Hello friends, welcome to SAG, St. Augustine Tuition Center Manathambadi, free education to all. Please subscribe to our YouTube channel for new updated videos. SSLC Maths സമാന്തര ശ്രേണികൾ പാർട്ട് 9 ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. പാർട്ട് 8 കാണാത്തവർ അത് കണ്ടതിന് ശേഷം 9 കാണുക. കഴിഞ്ഞ പാർട്ട് 8ൽ നമ്മൾ എങ്ങനെയാണ് ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത വാചകം രൂപീകരിക്കുക എന്ന് പഠിച്ചു. ഇനി അതിനെ ആസ്പദമാക്കിയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്തു പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സമാന്തര ശ്രേണികളുടെ ബീജഗണിതം. The first term and common difference of some arithmetic sequences are given below. Write each of them in the form xn is equal to an plus b. Also write down the first three terms of each. ചുവടെ ചില സമാന്തര ശ്രേണികളുടെ ആദ്യപദവും ഫസ്റ്റ് ടേം പൊതുവ്യത്യാസവും നൽകിയിട്ടുണ്ട്. ഓരോന്നിന്റെയും xn is equal to an plus b എന്ന രൂപത്തിൽ എഴുതണം. നമ്മൾ കഴിഞ്ഞ പാർട്ട് 8ൽ പഠിച്ച ആ രൂപത്തിലാക്കി എഴുതണം. ഓരോന്നിലും ആദ്യത്തെ 3 പദങ്ങളും എഴുതണം. അതായത് സമാന്തര ശ്രേണി ഉണ്ടാക്കിയതിന് ശേഷം ഫസ്റ്റ് 3 ടേംസ് എഴുതണം. അപ്പൊ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? ഫസ്റ്റ് ടേം തന്നിട്ടുണ്ടാവും, ആദ്യ പദം ഉണ്ടോ, എന്താണ് ഫസ്റ്റ് ടേം. പിന്നെ എന്തുണ്ട്? കോമൺ ഡിഫറൻസ്, പൊതു വ്യത്യാസം തന്നിട്ടുണ്ട്. എങ്ങനെ എഴുതണം നമ്മൾ? xn is equal to an plus b ഈ രൂപത്തിലാക്കി എഴുതണം. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് ടേം 2, കോമൺ ഡിഫറൻസ് -5. ആദ്യ പദം 2, പൊതുവ്യത്യാസം -5. ഓക്കെ, നോക്കാം. നമ്മുടെ ഫോർമുല ആദ്യം തന്നെ എന്താണ് ഫോർമുല? xn is equal to എന്താ x1 plus n minus 1 into d. ഇവിടെ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട് അതൊക്കെ ഈ സൈഡിൽ എഴുതാം. x1 ആദ്യ പദം തന്നിട്ടുണ്ടല്ലോ, എത്രയാണ്? 2. ഫസ്റ്റ് ടൈം is 2. കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം is given, എത്രയാണ്? -5. ഓക്കെ, ഇനി എല്ലാം അതിന്റെ വില കൊടുക്കാം. xn എന്നാം പദം nth ടേം is equal to x1. what is x1? 2 പ്ലസ് n മൈനസ് 1 ഇൻറ്റു d പൊതുവ്യത്യാസം എത്രയാണ്? -5. കണ്ടോ? ദിസ് ഈസ് ഈക്വൽ ടു 2 പ്ലസ് -5 ഇൻറ്റു n -5n. കണ്ടോ? ശ്രദ്ധിക്കണം. -5 ഇൻറ്റു n -5n. -5 ഇൻറ്റു -1 മൈനസ് ഇൻറ്റു മൈനസ് പോസിറ്റീവ്. 5 ഇൻറ്റു 1 5. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? നെഗറ്റീവ് സംഖ്യ ആദ്യം എഴുതണം. സോ ദിസ് ഈസ് ഈക്വൽ ടു -5n -5n പ്ലസ് എത്രയാണ്? ഇവിടെ പോസിറ്റീവ് 5 ഉണ്ട്, ഒരു 2 ഉണ്ട്. സോ പോസിറ്റീവ് 5 പ്ലസ് പോസിറ്റീവ് 2. ദിസ് ഈസ് ഈക്വൽ ടു -5n പ്ലസ് 7. xn is equal to -5n plus 7. Clear? Next question. ആദ്യ പദം -2, ഫസ്റ്റ് ടൈം -2, കോമൺ ഡിഫറൻസ് 5. ആദ്യ പദം -2, കോമൺ ഡിഫറൻസ് എത്രയാണ്? 5. സോ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റാസ് എഴുതാം. ഫസ്റ്റ് ടേം എത്രയാണ്? -2 ആൻഡ് കോമൺ ഡിഫറൻസ് d is equal to 5. ക്ലിയർ? നമ്മുടെ ഫോർമുല എഴുതാം. ഫോർമുല xn is equal to എന്താണ്? x1 plus n minus 1 into d. Clear? Then what is x1? x1 is equal to -2 plus n minus 1 into d. What is d? d is equal to 5. So this is equal to -2 plus 5 into n 5n 5n 5 into -1 -5. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ സ്ഥിതിക്ക് ആദ്യം എന്ത് എഴുതണം? 5n എഴുതണം. 5n n ഉൾപ്പെടുന്ന സംഖ്യ ആദ്യം. പിന്നെ പോസിറ്റീവ് സംഖ്യ എഴുതാൻ ഇവിടെ ഇല്ല. പിന്നെ എന്താ ഉള്ള? 2 നെഗറ്റീവ് സംഖ്യ അല്ല, അത് പിറക്കി എഴുതാം. -2 എഴുതി -5 എഴുതി. ഓക്കെ, 2 സംഖ്യകൾ ഒരേ ചിഹ്നത്തിൽ അടുപ്പിച്ച് വന്ന് എന്ത് ചെയ്യണം? കൂട്ടണം. അപ്പൊ എന്താണ് ആൻസർ? 5n
രണ്ടും ഒരേ ചിഹ്നം, ആ ചിഹ്നം തന്നെ ഇടുക. 2 5 കൂട്ടുമ്പോൾ 7, 5n - 7. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ടേം 1, കോമൺ ഡിഫറൻസ് ഹാഫ്. ആദ്യ പദം 1, പൊതുവ്യത്യാസം അര. അപ്പോൾ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? തന്നിട്ടുള്ളതൊക്കെ നമുക്ക് ആദ്യം എടുത്ത് എഴുതാം. x1 ആദ്യ പദം ഫസ്റ്റ് ടേം is given, half. Then common difference is also given, then half തന്നിട്ടുണ്ട്. Okay, first term is not equal to 1/2, it is equal to 1. Okay, then common difference 1/2, common difference 1/2, first term 1. Okay, then xn is equal to x1 plus n minus 1 into d. Okay, x1, what is x1? x1 is equal to 1 plus n minus 1 into d എത്രയാണ് ഇവിടെ? d is equal to half. മനസ്സിലായോ? ഇനി അതോട്ട് നമ്മൾ ഗുണിക്കുക. 1 plus half into n. എന്താണ്? ഹാഫ് ഇൻറ്റു n. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യണം? മുകളിലെ സംഖ്യ ആയിട്ടാണ് n ഗുണിക്കേണ്ടത്. 1 into n എന്താ പറയുക? n. താഴെ സംഖ്യ അങ്ങനെ എഴുതുക, n/2. കണ്ടോ? ഹാഫ് ഇൻറ്റു 1, മുകളിലെ സംഖ്യ നമ്മൾ ഗുണിക്കുക. 1 into -1 -1. താഴത്തെ സംഖ്യ അങ്ങനെ തന്നെ എഴുതുക, /2. കണ്ടോ? ഇനി എന്താ നമ്മൾ പഠിച്ചേക്കണം? n ഉൾപ്പെടുന്ന സംഖ്യ ആദ്യം എഴുതണം. n/2 പ്ലസ് പോസിറ്റീവ് സംഖ്യ എഴുതണം 1, then നെഗറ്റീവ് സംഖ്യ എഴുതുക -half. ഓക്കെ, ഇത് വളരെ എളുപ്പമാണ്. 1 - half 1 എത്രയാണ്? അര. വെരി സിമ്പിൾ. n/2 പ്ലസ് 1/2 അര. കണ്ടോ? ഡിനോമിനേറ്റർ ഇവിടെ താഴെയുള്ള സംഖ്യ സെയിം ആയതുകൊണ്ട് നമുക്ക് അത് ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. മുകളിലെ n+1/2. ഇതാണ് ആൻസർ. n+1/2. ക്ലിയർ? ഇനി നമുക്ക് അടുത്ത ടൈപ്പ് ഓഫ് പ്രോബ്ലം നോക്കാം. The algebraic form of some sequences are given below. Check whether each of them is an arithmetic sequence or not. Also find out the first term and the common difference of the arithmetic sequences. നമുക്കിവിടെ ചില ശ്രേണികളുടെ ബീജഗണിത രൂപം ചുവടെ നൽകിയിരിക്കുന്നു. ഓരോന്നും സമാന്തര ശ്രേണിയാണോ എന്ന് പരിശോധിക്കാം. ഇനി സമാന്തര ശ്രേണി ആണെങ്കിൽ ആദ്യ പദവും പൊതുവ്യത്യാസവും നമ്മൾ എന്ത് ചെയ്യണം? കണ്ടെത്തണം. മനസ്സിലായോ? ക്ലിയർ? നോക്കാം. xn is equal to 4 minus 3n. xn എന്ന് പറഞ്ഞാൽ എന്താണ്? 4 minus 3n. ഇവിടെ നമുക്ക് എങ്ങനെയാണ് നമ്മളത് സമാന്തര ശ്രേണിയാണോ എന്ന് പരിശോധിക്കുക? ഈ തന്നിരിക്കുന്നത് ഏതോ ഒരു ശ്രേണിയുടെ ബീജഗണിത വാചകമാണ്. അപ്പോൾ നമുക്ക് അതിന് ആദ്യത്തെ പദം കണ്ടുപിടിക്കണം. x1 is equal to n-ന് എന്ത് കൊടുക്കണം? n-ന് 1 എന്ന് കൊടുക്കണം. കണ്ടോ? 4 minus 3 into 1 is equal to 4 minus 3 is equal to 1. ഓക്കെ, ഇനി x2 രണ്ടാമത്തെ പദം കണ്ടെത്താം. 4 minus n-ന് എന്ത് കൊടുക്കണം? 2. 3 into 2 is equal to 4 minus 6 is equal to -2. ഓക്കെ, ഇനി x3 കണ്ടെത്താം. x3 is equal to n-ന് എന്ത് കൊടുക്കണം? 3. അപ്പോൾ 4 minus 3 into 3 is equal to 4 minus 9 is equal to -5. സോ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? ഫസ്റ്റ് ടൈം 1 കിട്ടി, 1, സെക്കൻഡ് ടൈം -2 കിട്ടി, -2, തേർഡ് ടേം -5 കിട്ടി, -5. ഇനി ഇതൊരു സമാന്തര ശ്രേണിയാണോ എന്ന് എങ്ങനെ പരിശോധിക്കും? വളരെ സിമ്പിൾ അല്ലേ? എങ്ങനെ പരിശോധിക്കും? നമ്മൾ ഇവിടത്തെ പൊതുവ്യത്യാസം കണ്ടെത്തുക, ഇവിടത്തെയും കണ്ടെത്തുക. കണ്ടോ? ഈ -2-നും 1-നും ഇടയിലുള്ള വ്യത്യാസം കണ്ടെത്തുക. -5-നും 2-നും ഇടയിലുള്ള വ്യത്യാസം കണ്ടെത്തുക. ആ രണ്ട് വ്യത്യാസവും സെയിം ആണെങ്കിൽ സമാന്തര ശ്രേണിയാണ്. നോക്കാം. നമുക്ക് ആദ്യം ഇവ രണ്ടുപേരും എടുക്കാം.
1 മൈനസ് 2. ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താ? -2. രണ്ടാമത്തെ പദം മൈനസ് ആദ്യത്തെ പദം. എന്താ ആൻസർ കിട്ടും? -3. നമുക്കതിനെ ആദ്യത്തെ പൊതുവ്യത്യാസം എന്നുള്ളത് D1 എന്ന് പേര് കൊടുക്കാം. ക്ലിയർ? ഇതേപോലെ നമുക്ക് D2 കണ്ടെത്താം. എന്താണ് ഈ D2 എന്ന് പറഞ്ഞാൽ? ഈ -2 -5 തമ്മിലുള്ള ഉണ്ടോ ഇവർ തമ്മിലുള്ള വ്യത്യാസം അത് കാണാൻ അവിടുത്തെ രണ്ടാമത്തെ പദം -5 മൈനസ് പിന്നെന്താണ് -2 ദാറ്റ് ഈസ് ഈക്വൽ ടു -5 പ്ലസ് 2 സമം എങ്ങനെ +2 വന്നു? 2 മൈനസ് അടുപ്പിച്ച് വരുമ്പോൾ പ്ലസ്. ഓക്കെ, -5 + 2. അപ്പോൾ വലുതിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം -3. യാ D1 ഉം D2 ഉം എന്താണ്? സെയിം ആണ്. കണ്ടോ? ഇവര് തമ്മിലുള്ള വ്യത്യാസവും മൂന്നാമത്തെ രണ്ടാമത്തെ പദം തമ്മിലുള്ള വ്യത്യാസവും സെയിം ആണ്. അതുകൊണ്ട് ഇതൊരു AP ആണ്. AP മീൻസ് അരിത്തമാറ്റിക് പ്രോഗ്രഷൻ, സമാന്തര ശ്രേണി ആണ്. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ n² + 2. എന്താണ് ക്വസ്റ്റ്യൻ? n² + 2. ഓക്കെ, നമുക്ക് കാണാം. നേരത്തെ ചെയ്തതുപോലെ ഒന്നാമത്തെ പദം കണ്ടുപിടിക്കാം. ഒന്നാമത്തെ പദം x1 n-നെ 1 എന്ന് കൊടുക്കാം. 1² + 2 is equal to 1² എത്രയാ? 1 തന്നെ പ്ലസ് 2 is equal to 3. അടുത്തത് x2 എന്ന് പറയുമ്പോൾ n-ന് കൊടുക്കണം 2. 2² + 2 is equal to 2² എത്രയാണ്? 4. 4 + 2 is equal to 6. ഇനി മൂന്നാമത്തെ പദം കണ്ടെത്താം. എന്തിനാണ് നമ്മൾ 3 പദം കണ്ടെത്തുന്നത്? കണ്ടോ, സമാന്തര ശ്രേണിയിൽ 3 പദങ്ങൾ ഉണ്ടെങ്കിലേ നമുക്കത് പരിശോധിക്കാൻ പറ്റുള്ളൂ. പെന്നിന് എന്താ 3 കൊടുക്കുക? 3² + 2 is equal to 9 + 2 സമം 11. അപ്പൊ നമുക്കിവിടെ കിട്ടിയ ശ്രേണി ഏതൊക്കെയാണ്? 3, 6, 11. ഇത് സമാന്തര ശ്രേണിയാണെന്ന് പരിശോധിക്കാനോ? ഇതിന്റെ ഇടയിലുള്ള പൊതുവ്യത്യാസം D1 അത് കണ്ടെത്താം. 6 - 3 എത്രയാണ് ആൻസർ? ആൻസർ is equal to 3. ഓക്കെ, സിമിലർലി ഇവർക്കിടയിൽ എത്രയാണ്? 11 - 6 D2 സമം 11 - 11 6 എത്രയാണ്? 5 അല്ലേ? അപ്പൊ നമുക്ക് D1 എന്ത് കിട്ടി? 3. D2 എത്ര കിട്ടി? 5. എന്റെ അർത്ഥം എന്താ? ഒരു സ്ഥിരമായ സംഖ്യയല്ല കൂടി പോകുന്നത്. ഇവിടെ 3 കൂടുന്നു, പിന്നെ 5 കൂടുന്നു. അപ്പൊ ഇതൊരു സമാന്തര ശ്രേണി അല്ല. നോട്ട് an AP. ക്ലിയർ? അടുത്ത പ്രോബ്ലം നോക്കാം. xn is equal to n + 1/2. ഓക്കെ, മനസ്സിലായോ? xn സമം n + 1/2. അപ്പൊ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാം. x1 കണ്ടുപിടിക്കാം. 1 + 1/2. എന്ത് ചെയ്തു? നമ്മൾ n-ന്റെ സ്ഥലത്ത് 1 കൊടുത്തു. കണ്ടോ? is equal to 2/2 സമം 1. x2 കാണാം. x2 is equal to 2 + 1/2. ഇത് 2 ആണ് ട്ടാ. this is equal to 3/2. 3/2. ഇനി x3 കാണാം. x3 is equal to 3 കൊടുക്കുക. 3 + 1/2 that is equal to 4/2. okay, is equal to 2. മനസ്സിലായോ? അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയ ശ്രേണി നമുക്കൊന്ന് എഴുതി നോക്കാം. ഒന്ന് എന്താണ്? 1 കിട്ടി, പിന്നെ എന്ത് കിട്ടി? 3/2 കിട്ടി, പിന്നെ 2 കിട്ടി. ആദ്യത്തെ സംഖ്യ 1, രണ്ടാമത്തെ സംഖ്യ 3/2, മൂന്നാമത്തെ സംഖ്യ 2. എന്നാൽ നമുക്ക് D1 കാണാം. ഇതിന്റെ ഇടയിലുള്ള പൊതുവ്യത്യാസം D1 is equal to ഇതിന്ന് ഇത് കുറയ്ക്കണം അല്ലേ? 3/2 1 കുറയ്ക്കണം. 3/2 - 1. അപ്പൊ ഇതൊരു ഭിന്നസംഖ്യ. അതിൽ നിന്ന് ഒരു സാധാരണ സംഖ്യ കുറയ്ക്കാൻ പറ്റില്ല. അപ്പൊ അതൊരു ഭിന്നസംഖ്യ ആക്കാൻ നമുക്ക് താഴെ ഒരു 1 ഇടാം. മനസ്സിലായോ? ഇനി ഇങ്ങനെ വന്നാലും കുറയ്ക്കാൻ പാടില്ല. എന്താണ്? താഴെ ഒരേ സംഖ്യകളാവണം. അതിനുവേണ്ടി ഇവിടെ നമ്മൾ 2 കൊണ്ട് ഗുണിച്ചു, മുകളിലും 2 കൊണ്ട് ഗുണിച്ചു. സോ ദിസ് ഈസ് ഈക്വൽ ടു 3/2 - 1 × 2 2 1 × 2 2.
ഉണ്ടോ? ഇപ്പൊ താഴെ ഒരു സംഖ്യയായി. നമുക്ക് ഇനി എന്ത് എഴുതാം? മുകളിലെ സംഖ്യകൾ ഇങ്ങനെ ചേർത്ത് എഴുതാം. 3a - 2 താഴത്തെ സംഖ്യ ഒരു പ്രാവശ്യം എഴുതുക. ഈക്വൽ ടു 1/2. ക്ലിയർ? ഇതാണ് D1. ഇനി നമുക്ക് D2 ആണ്. D2. ഓക്കെ, D2 എങ്ങനെ കാണും? മൂന്നാമത്തെ പദത്തിൽ നിന്ന് രണ്ടാമത്തെ പദം കുറയ്ക്കുക. അപ്പൊ 2 - 3/2. ഇവിടെ നേരത്തെ ചെയ്ത പോലെ നിങ്ങൾ എന്താണ് ഇതിന്റെ താഴെ 1 എടുക്കുക. ഇവിടെ എന്താണ് 2 കൊണ്ട് ഗുണിക്കുക. ഇവിടെയും 2 കൊണ്ട് ഗുണിക്കുക. അപ്പൊ എത്രയാവും? 4/2 മൈനസ് 3/2 ഉണ്ടോ? ദാറ്റ് ഈസ് ഈക്വൽ ടു 4 - 3. 4 - 3/2 സമം 1/2 ഉണ്ടോ? അപ്പോ D1 തന്നെ D2 കിട്ടിയില്ലേ? യെസ്, ഇറ്റ് ഈസ് ആൻ AP. ഇതൊരു AP ആണ്. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ. xn is equal to n plus 2/n. n plus 2/n. ശ്രദ്ധിക്കണം, ഇവിടെ താഴെയും കൂടി എന്തുണ്ട്? n ഉണ്ട്. നോക്കൂ, x1 is equal to 1 plus 2/1. That is equal to 3/1. ഇനി x2 is equal to n രണ്ട് നോക്കുക. 2 plus 2/2 is equal to എന്താണ്? 4/2. ഓക്കെ, x3 is equal to എന്താണ്? 3 എന്ന് കൊടുക്കാം. 3. 3 plus 2/3 is equal to 5/3. കണ്ടോ? മനസ്സിലായോ? അപ്പോ ഇതാണ് ശ്രേണി. ഏതൊക്കെയാണ് ശ്രേണി? 3/1. ഞാൻ ചെറുതാക്കി എഴുതാം, കാൽക്കുലേഷൻ എളുപ്പത്തിന് വേണ്ടി ചെറുതാക്കുന്നില്ല. 4/2, 5/3. ഇതാണ് നമ്മുടെ ശ്രേണി. നമുക്ക് ആദ്യം പൊതുവ്യത്യാസം കാണാം. D1 കാണാം. D1 is equal to എന്ത് ചെയ്യണം? 4/2 മൈനസ് എന്ത് ചെയ്യണം? ഫസ്റ്റ് ടേം 3/1. കണ്ടോ? ഇവിടെ താഴെ 1 ആണ്, ഇവിടെ 2 ആണ്. അപ്പൊ 2 ആക്കാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, സോ ദിസ് ഇസ് ഈക്വൽ ടു 4/2 മൈനസ് 6/2. So this is equal to 4 minus 6/2. 4 minus 6/2. എത്രയാണ്? മൈനസ് 2/2 is equal to മൈനസ് 1. ഇനി നമുക്ക് D2 ആണ്. D2 എന്ന് പറഞ്ഞാൽ ഇവരുടെ ഇടയിൽ മൂന്നാമത്തെയും രണ്ടാമത്തെയും പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. So D2 is equal to 5/3 മൈനസ് 4/2. ഇങ്ങനെ വരുമ്പോൾ എന്താണെന്ന് നമുക്ക് ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 5 × 2 10, 3 × 4 മൈനസ് 12 ഡിവൈഡഡ് ബൈ ഇവർ തമ്മിൽ ഗുണിക്കുക, താഴെയുള്ളവർ 3 × 2 6. സോ ദിസ് ഈസ് ഈക്വൽ ടു 10 മൈനസ് 12 മൈനസ് 2/6. വെട്ടിപ്പോയാൽ എന്താണ്? മൈനസ് 1/3. ഇത് D2. ഓക്കെ, മറ്റേത് D1 എത്രയായിരുന്നു? -1. D2 എത്രയാണ്? -1/3. രണ്ടും സെയിം ആണോ? അല്ല. D1 നോട്ട് ഈക്വൽ ടു D2. D1 D2 സെയിം അല്ല. അതുകൊണ്ട് ഇതെന്താണ്? ഒരു AP അല്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനോടുകൂടി ഈ ടൈപ്പിലൂടെ ക്വസ്റ്റ്യൻ തീരെയാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നോക്കാം നമുക്ക്. xn is equal to n plus 1 whole square minus n minus 1 whole square. ഇതാണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം x1 കണ്ടുപിടിക്കാം. x1 is equal to 1 plus 1 whole square minus 1 minus 1 whole square. So what is 1 plus 1? 2. 2 ന്റെ സ്ക്വയർ എത്രയാണ്? 4 minus 1 minus 1 0. 0 ന്റെ സ്ക്വയർ 0. So the answer is 4. അടുത്തത് x2 എന്ന് പറയുമ്പോൾ 2 plus 1 whole square minus 2 minus 1 whole square. So 2 plus 1 എത്രയാണ്? 3. 3 ന്റെ സ്ക്വയർ എത്രയാണ്? 9 minus 2 minus 1 എത്രയാണ്? 2 minus 1 1. ഓക്കെ, 1. 1 ന്റെ സ്ക്വയർ 1.
9 മൈനസ് 1 8. അടുത്തത് x3. x3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 പ്ലസ് 1 ഹോൾ സ്ക്വയർ മൈനസ് 3 മൈനസ് 1 ഹോൾ സ്ക്വയർ. സോ ദിസ് ഈസ് ഈക്വൽ ടു 3 പ്ലസ് 1 4. 4 സ്ക്വയർ മൈനസ് 3 മൈനസ് 1 2. 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ എൻ്റെ ആൻസർ എന്ത് വരും? 16. ഓക്കെ, 16 മൈനസ് 4 ഈക്വൽ ടു 12. എത്രയാണ്? 12. നമുക്ക് എഴുതി നോക്കാം ശ്രേണി. 4 4, 8 8, 12 12. ആദ്യത്തെ 3 പദം. ഇത് സമാന ശ്രേണിയാണോ? ഇത് വളരെ എളുപ്പമല്ലേ? നോക്കിയേ, 4നോട് 4 കൂടുന്നതിൽ 8, 8നോട് 4 കൂടുന്നത് എന്താണ്? 12. നമുക്ക് ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ്, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പ്ലസ് 4 വീതം എന്ത് ചെയ്യുന്നു? കൂടിപ്പോകും. അതുകൊണ്ട് ഇതൊരു AP ആണ്. ക്ലിയർ? Okay, thank you. Please visit next part for more problems. Thank you once again. Thank you friends. Please subscribe to our YouTube channel for new updated videos.